ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. 15 വർഷം കഴിഞ്ഞിട്ട് ടെസ്റ്റ് വർക്കാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ പെയിൻറ്റിങ്ങിനും അത്യാവശ്യം മെയിൻ്റനൻസിനും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കണം കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ അത്യാവശ്യം ഒരുവിധം എല്ലാ ഭാഗങ്ങളും തന്നെ അഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നിർത്തിയിട്ട് അടിക്കാവുന്ന കേസുകളുള്ളൂ. കാരണം ഫുൾ പീസാക്കി അടിക്കുമ്പോൾ റേറ്റിൽ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് വരും. അതുകൊണ്ടാണ് നിലവിൽ ഈ കണ്ടീഷനിൽ തന്നെ നിർത്തിയത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ഭാഗത്തും നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ കണക്കാക്കിയിട്ടാണ് നമ്മൾ അയച്ചേക്കണം കേട്ടോ. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. അതായത് ഇതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ നിലവിൽ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻജിൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ടെസ്റ്റാണ് പ്രധാനം. ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കുറച്ച് കംപ്ലയിൻസ് ഉള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ അഴിച്ച് ഫുൾ പാച്ച് വർക്ക്, അത്യാവശ്യം പാച്ച് വർക്ക്, ലെവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കയറ്റാനായിട്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ഫ്രണ്ടിൽ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നല്ല അടി വരുന്നുണ്ട്. അത് സെൻറ്ററിൽ വന്ന ഈ ഹാൻഡിൻ്റെ സെൻറ്ററിൽ വന്ന ബെയറിങ്ങിൻ്റെയാണ്. കോൺസെപ്റ്റ് എന്ന് പറയും. ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്തേക്കണതാണ്. പക്ഷേ കോൺസെപ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയുണ്ട്. പിന്നെ മെയിനായിട്ട് അതിൻ്റെ എൻജിൻ സൗണ്ടിൽ വേരിയേഷൻസ് ഉണ്ട്. എൻജിൻ വർക്ക് താമസിയാണ്ട് വരും, എൻജിൻ പണിയായിട്ട് വരും. പക്ഷേ ഇപ്പം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊക്കെ ഓൾറെഡി നമുക്ക് പാസ്സാക്കി എടുക്കാം. അതിനുള്ള രീതിയിലുള്ള വർക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറച്ച് പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട്. അതിൻ്റെ ഫ്ലോറിൻ്റെ നമ്മളിതൊക്കെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ അഴിച്ചതാണ്. ഫുള്ളായിട്ട് അഴിച്ചും ഈ രീതിയിലാണ് പീസാക്കിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് മാത്രമാണ് നിലവിൽ നിർത്തിയാണ്. ഇതും കൂടി അഴിക്കുമ്പോഴത്തേക്കും പെയിൻറ്റിങ് ചാർജ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കയറി വരും. കാരണം മൊത്തം പീസാക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പെയിൻറ്റിങ് കോസ്റ്റ് കൂടും. അതേപോലെ തന്നെ ലേബറിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ചില ഭാഗങ്ങൾ നമുക്ക് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വണ്ടി പെർഫെക്റ്റ് ആവും. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പം നിലവിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് നമുക്ക് അടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കിയേക്കണത്. പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് പാർട്സുകളൊക്കെ കംപ്ലയിൻ്റ് ഉള്ള കേസ് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഫ്രണ്ട് റിമ്മിൻ്റെ കേസൊക്കെ, റിമ്മൊക്കെ ഇവിടെ ഓൾറെഡി ഈ സൈഡൊക്കെ തുരുമ്പിട്ട് പോയേക്കാണ്. ഇതല്ല ശരിക്കും റിമ്മ് കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ തൽക്കാലം അതിപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ആക്കി ആ രീതിയിലേക്ക് എടുക്കാം. ബാക്കിലത്തെ റിമ്മ് നമുക്ക് അത്രയും പ്രശ്നമില്ല. അതേപോലെ ബാക്ക് ടയറും അത്ര പെർഫെക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ കുറച്ച് കട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്ററുകൾ, ഹെഡ്ലൈറ്റ് അസംബ്ലി, ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സൊക്കെ ശരിക്കും ഫേഡായി പോയേക്കാണ്. നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കയറ്റുമ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് നമുക്ക് വെക്കണതായിരിക്കും ബെറ്റർ. ഇന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് അത്യാവശ്യം മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ എന്ത് കോസ്റ്റ് വരുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസിന് ഇപ്പോൾ ഞാൻ പറയണം കേട്ടോ. അത് നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതും പ്രകാരം നമുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഗ്ലാസ്സൊക്കെ ഫേഡായുണ്ട്. അതായത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കും. ആ ഒരു പുതുമ കിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററുകളൊക്കെ ആയാലും സൈഡൊക്കെ വരഞ്ഞിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിക്കേറ്റർ ജസ്റ്റ് കൂട്ടിയുണ്ട്. മീറ്ററിൻ്റെ ഈ ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ കിട്ടും. മുകളിലത്തെ ഈ ഗ്ലാസ് മാത്രം കിട്ടും. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്കിൽ വന്ന ടൈൽ ലൈറ്റ് അസംബ്ലി, ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗത്ത് വന്ന ഇൻഡിക്കേറ്ററോട് പൊട്ടിയേക്കാണ്. അപ്പോൾ അത് നമുക്ക് തന്നെ സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതും നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ കൂട്ടിയിട്ട് അതിൻ്റെ അനുസരിച്ച് പറയാം. പിന്നെ ഫ്ലോറിൻ്റെ അടിയിൽ വന്ന എൻജിൻ കവറിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ അത്യാവശ്യം തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പാച്ച് വർക്ക് ചെയ്തെടുക്കാണ്ട് അതിൻ്റെ ഈ സൈഡിൽ വന്ന കവർ ഫുള്ള് ദ്രവിച്ച് പോയി, തുരുമ്പിട്ട് പോയി. അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും. അതേപോലെ പിന്നെ അത്യാവശ്യം നമുക്കിത് ഫുള്ളായിട്ട് ഈ രീതിയിൽ തന്നെ വാഷിങ്, വാട്ടർ സർവീസൊക്കെ ചെയ്യണം. പിന്നെ അതിൻ്റെ സ്റ്റിക്കർ ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പ് പുതിയതിലേക്ക് ആക്കണം. അത്യാവശ്യം ഗ്രിപ്പ് കവർ, ഒരു മിററൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ലെഫ്റ്റ് സൈഡ് മിററൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സപ്പിലേക്ക് തരാം. അപ്പോൾ ആദ്യം ഒന്ന് വീഡിയോ കാണാം. എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് തന്നെ അല്ലേ ചെയ്യണമെന്നുള്ള ദിവസം നോക്കിയിട്ട് പറയാം. എഞ്ചിൻ്റെ മാത്രം ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒഴിവാക്കിയത്. അതുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ എന്ത് ചിലവ് ഒരു ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.